രംഗപ്രഭാതിൻ്റെ ഭഗ്നഭവനം എന്ന നാടകം അവതരിപ്പിക്കുകയാണ്. ഗുരുനാഥന്മാർക്ക് എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവരും ഗുരുനാഥന്മാരാണ്, ഗുരുനാഥകളുമാണ്. എല്ലാവരും നാടകം ചെയ്തിട്ടുള്ളവരുമാണ്. എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്കിങ്ങനൊരു അവസരം കിട്ടി, മഹാഭാഗ്യം. അപ്പം പഴയകാലത്തെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. നീല ചേച്ചിയും സാറുമൊക്കെ അഭിനയിച്ച നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനോടൊപ്പം വന്നാണ് കാണുന്നത്. അപ്പോൾ അന്ന് ഉള്ളതും ഇന്നത്തെ കാലവും തമ്മിൽ ഉള്ള ഒരു സംഭവം എന്തായാലും മനസ്സിലാക്കണം. ഞങ്ങളുടെ പരിമിതികളും ഒക്കെ ഉണ്ട്, എല്ലാം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം സഹകരിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ഭഗ്നഭവനം നാടകം ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥിരീകരണമാണ് രോഗബാധയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലാകെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയാണ്. ലോക്ക്ഡൗൺ ഇളവുകൾ നിയന്ത്രണത്തിൽ വന്നെങ്കിലും സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഞാൻ പറഞ്ഞതല്ലേ, ഇത്രയും ദിവസം എനിക്ക് റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ വയ്യ. അതെന്താ മുറിക്കകത്താണെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, അച്ഛനും ചേട്ടനോട് എല്ലാം പെട്ടെന്നങ്ങ് തീരുമാനിച്ചതാ. ആയിക്കോട്ടെ, എനിക്കിപ്പോ തന്നെ ലേറ്റായി. ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഹലോ ഹലോ, കേൾക്കാമോ മോളെ? മോളെ മോളെ കേൾക്കുന്നുണ്ടോ? ഹലോ ചേട്ടാ, കേക്കാം. മോളെ, മോളുടെ ഫോൺ മ്യൂട്ടാണേ. ചേട്ടാ മ്യൂട്ടല്ലേ ചേട്ടാ, കേക്കാം, പറഞ്ഞോണം. ചേട്ടാ അതിന്റെ അറ്റത്തൊരു മൈക്കിന്റെ പടമല്ലേ? ചേട്ടാ അത് മ്യൂട്ടല്ല, പിടിച്ച് അമർത്ത്. കേക്കാം. ചേട്ടാ കേൾക്കുന്നുണ്ടോ? കേക്കാം കേക്കാം. ഹലോ മ്യൂട്ടല്ല, കറക്റ്റ് ആയി. ഹലോ ചേട്ടാ, കേക്കുന്നില്ലേ? എടി മോളെ, മ്യൂട്ടല്ല, കറക്റ്റ് ആയി. ഹലോ മ്യൂട്ടല്ല, കറക്റ്റ് ആയി. എന്തായാലും പറയണേ, പറഞ്ഞു പയ്യപ്പൻ ചോദിച്ചു. എടി മോളെ, പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കേട്ടാ. കെട്ട് കഴിഞ്ഞാ അവനുള്ള എല്ലാം നിനക്കുള്ളതാണ്. കാണാനും നല്ല പയ്യൻ, ഒറ്റ മോനാണ് കേട്ടോ. മോളെ, അങ്ങേര് അതൊക്കെ പറയും. നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി കേട്ടോ. ചേച്ചി ഹലോ മോളെ, അമ്മ ഞാൻ പറഞ്ഞതല്ലേ അമ്മ, എനിക്ക് കല്യാണമൊന്നും ഇപ്പൊ വേണ്ട, ഞാൻ പഠിക്കുവല്ലേ. ഹലോ, എന്റെ ഫോണിന് എന്തോ പ്രശ്നോടി. അമ്മ കേക്കാം. മോളെ, മക്കളെ, നിന്റെ ഫോണിനും കുഴപ്പമോ? മോളെ, ഇതുപോലൊരു ആലോചന ഇനി കിട്ടാനില്ല. മോളെ, എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. മാട്രിമോണി ഇടുന്നതിന് മുമ്പ് ഞാൻ എല്ലാം കൊണ്ട് ഒത്തൊരു ചെറുക്കായി. കണ്ടിട്ട് പോട്ട് മോളെ, നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് ആലോചിക്കാം. പയ്യൻ വന്നിട്ടുണ്ട്, ഞാൻ പയ്യനെ കേട്ടാണേ. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ആണ്. അറിയാം, നമ്മൾ അടുത്തടുത്ത ഓഫീസുകളിലല്ലേ ജോലി. എനിക്കറിയാം. പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അല്ലേ, അതെ, അവർക്കെല്ലാം സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടല്ലേ പെട്ടെന്ന്. അതൊന്നും വേണ്ടെന്നേ, നമ്മൾ പറയും പോലെ തന്നെ കാര്യങ്ങൾ. ഞാൻ ലീവ് എടുത്ത് ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ ഒരു 2 മാസത്തിനകത്ത് കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കെട്ടുകഴിഞ്ഞാ നമ്മുടെ കൊച്ചിനെ കൊണ്ട് പോവല്ലേ? അത് പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? അപ്പോൾ അത് നടക്കും. എന്റെ മോക്ക് കൂട്ടായിട്ട് നല്ല പയ്യനെയാണല്ലോ കിട്ടിയിരിക്കണേ. അതെ, അപ്പൊ നമുക്ക് വൈകണ്ട. എനിക്ക് വേറൊരു ഗൂഗിൾ മീറ്റ് ഹോസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ തീയതിയൊക്കെ വിളിച്ച് അറിയിച്ചേക്കാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. എവിടെയാണ് എത്ര നേരം? സാർ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്.
പഠിത്ത കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന എൻ കൃഷ്ണപിള്ള സാറിന്റെ ഭഗ്നഭവനം എന്ന നാടകത്തിനെ കുറിച്ചുള്ള ഒരു അസൈൻമെന്റ്. അത് വായിച്ചിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഒരു അസൈൻമെന്റ് തയ്യാറാക്കണം. ഇനി 5 ദിവസമേ സമയമുള്ളൂ. പുസ്തകമൊക്കെ നേരത്തെ വാങ്ങിക്കാൻ പറഞ്ഞതാണ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, PDF തരാം. ഓക്കെ, വേറൊന്നുമില്ല. നാടകം ഭഗ്നഭവനം. രചന എൻ കൃഷ്ണപിള്ള. കാറും കോളും നിറഞ്ഞ രാത്രി. മാധവൻ നായരുടെ ഗൃഹത്തിൽ രാധയുടെ മുറി. രാധ വെളുത്ത് ചടച്ച് സാമാന്യത്തിലധികം പൊക്കമുള്ളൊരു സുന്ദരിയാണ്. വളരെ നാളായി അടക്കി പിടിച്ചുള്ള ഏതോ ഒരു മനോദുഃഖം അവളുടെ സൗന്ദര്യത്തെ ഉലച്ചിട്ടുണ്ട്. എങ്കിലും അവൾ പ്രിയദർശന തന്നെ. മിക്കപ്പോഴും ഭൂതകാല ചരിത്രത്തിന്റെ നിറം പിടിച്ച ഓർമ്മകളെ പറ്റി സ്മരിച്ച് കണ്ണുനീർ പൊഴിക്കും. ചിലതോർത്ത് ചിരിക്കും. വർത്തമാനകാലമോർത്ത് വിതുമ്പും. അന്ന് മാവിൽക്കേറി മാമ്പഴം പറിച്ചത് ആരാ? ഓ, കാല് മുഴുവൻ ഉരഞ്ഞു. അതുപോലെ വീട്ടിലത്തേക്ക് ചക്ക ഇടാൻ കയറിയത് ആരാ? പുളിയുറുമ്പ് കടിച്ച് പറിച്ച്. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്ത് രസായിരുന്നല്ലേ? ഒന്ന് പോ പെണ്ണേ, എനിക്കൊന്ന് വയ്യ ആമ്പൽ പറിക്കാൻ. ഞാൻ പോണു. പിണങ്ങാതെ പെണ്ണേ. ദേ ആമ്പൽ. തകർന്ന ഒരു ജീവിതം. അത് മാറിപ്പോ ചേട്ടാ, ഞാൻ ഇപ്പൊ ചേട്ടനെ കുറിച്ച് വിചാരിച്ചതേ ഉള്ളൂ. ചേട്ടൻ ഇപ്പം വന്നു. എണീറ്റ് നടക്കാൻ ശക്തി ഉണ്ടായപ്പോ. ഹരിച്ചേട്ടാ, 5 വർഷത്തിന് ശേഷം ഈശ്വരൻ അനുഗ്രഹിച്ചു ഹരിച്ചേട്ടനെ ഒന്ന്. എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങൾ ഏട്ടനോട് പറയാനുണ്ട്. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഒരേ ഒരു കാര്യം. അത് പറയാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടേത്. അതെ, നീ എന്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഞാൻ എങ്ങനെ വിചാരിക്കുന്നില്ല. എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയാണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയതെന്ന് നിനക്കറിയാമോ? അതെനിക്കറിയാം. ഹരിച്ചേട്ടൻ തന്നെ എത്ര തവണ പലതിനെ കുറിച്ചും എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നിനക്ക് അറിഞ്ഞുകൂടാ അവ എങ്ങനെയാണ് തകർന്നതെന്ന്.
എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയപ്പോ ആറ്റുവെള്ളം പോലെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എടീ, ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ആ കണ്ണീരിലാണ് എന്റെ സ്നേഹം. ചേട്ടാ, ആ കണ്ണീർ തറയിൽ വീഴാത്ത ഒരു ദിവസം പോലും ഈ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. നീ നന്നായി സംസാരിക്കുന്നുണ്ട്, എനിക്കത് കേൾക്കണ്ട. കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്കത് പറഞ്ഞു തന്നെ തീരണം. ഓ, പറഞ്ഞു തീർത്ത് കളയാമെന്നായിരിക്കും നിന്റെ വ്യാമോഹം. ഒരു വ്യാമോഹത്തിലും അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുറ്റം. അതാണ് എൻ്റെ സത്യം. നീ പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും സത്യമുണ്ടോ? ആ വാക്കുകൾക്ക് താങ്ങാൻ കഴിയാത്ത അർത്ഥമുണ്ട്. ചേട്ടൻ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കണമല്ലേ? എവിടെ വെച്ച്? ചേട്ടാ, ചേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കണം. മനസ്സിലായി. ഇല്ലെങ്കിൽ എനിക്കൊരു ഗതിയില്ല. മനസ്സിലായി. കുട്ടിക്കാലത്ത് ചേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമില്ലേ, അത് തന്നെ ഞാൻ വീണ്ടും ചേട്ടനോട് യാചിക്കുകയാണ്. മനസ്സിലായി. സ്നേഹം. രാധേ, നിന്റെ ഭാവിയെ തകർത്ത് കളഞ്ഞു. ലക്ഷപ്രഭുവായി ഞാനിന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യം നിനക്കറിയാമോ? നിന്നെ ഞാൻ നശിപ്പിക്കും. നീ എരിയുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കും. ചേട്ടാ, അറിഞ്ഞുകൊണ്ട് ഞാൻ യാതൊരു തെറ്റും ചേട്ടനോട് ചെയ്തിട്ടില്ല. ചേട്ടൻ എൻ്റെ പ്രാണനായിരുന്നു, ആണ്. പക്ഷേ എൻ്റെ വിവാഹം, നിന്റെ വിവാഹം ഞാൻ എല്ലാം തുറന്നു പറയട്ടെ. ചേട്ടനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഓരോ മണിക്കൂർ കഴിയും തോറും എനിക്ക് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങി. നാം തമ്മിലുള്ള വ്യത്യാസം, ഞാനൊരു പുരുഷനാണെന്നും നീ ഒരു സ്ത്രീയാണെന്നും, ഞാനൊരു മൂഢനാണെന്നും നീ ഒരു ബുദ്ധിശാലിനിയാണെന്നും. അല്ല ചേട്ടാ, ചേട്ടൻ ധനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും സമുദായത്തിൻ്റെ വമ്പിച്ച നേട്ടം. ഞാനാണെങ്കിൽ ഒരു സാധാരണക്കാരി പെണ്ണ്. എൻ്റെ സ്വപ്നങ്ങൾ മാഞ്ഞു പോകുന്ന ഒന്നാണെന്നും മാച്ചു കളയേണ്ടതാണെന്നും ഞാൻ കരുതി. രാധേ, നാം തമ്മിൽ സംസാരിക്കണ്ട. നിനക്ക് നിന്റെ സുഖം, എനിക്ക് എൻ്റെ സുഖം. ഞാൻ പോകുന്നു. ചേട്ടാ, ഒരല്പം കൂടി നിൽക്കണം. എൻ്റെ സുഖം കൂടി ഒന്ന് കണ്ടിട്ട് പോണം. അല്പം കൂടി കഴിഞ്ഞാലറിയാം എൻ്റെ സുഖം ഇതിനകത്ത് വന്ന് കയറുന്നത്. അല്ലെങ്കിൽ വേണ്ട, നോക്കണം ഈ മരുന്ന് കുപ്പികൾ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? തെളിച്ചു പറയൂ. എൻ്റെ സുഖം, അതായത് എൻ്റെ ഭർത്താവ്. നീ വീണ്ടും സത്യത്തിൽ തിരിച്ചെത്തുന്നു. ആ ഭയങ്കര സത്യത്തിൽ, കാസരോഗിയും മദ്യപാനിയുമായ ഒരാളുടെ ഭാര്യയാണ് ഞാനെന്ന സത്യത്തിൽ. ചേട്ടൻ സന്തോഷത്തോടെ ഒരു വാക്ക് എന്നോട് സംസാരിക്കണം. എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കണം. നിന്റെ ചേട്ടനെ ഇതുവരെയായും കണ്ടില്ല. കിടന്നുറങ്ങിയാൽ അദ്ദേഹം വരുമ്പോൾ വിരിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി. ഉഷിയാതിരിക്കാൻ വായനയിൽ. ചേച്ചി കരഞ്ഞുകൊണ്ടിരുന്നു. വായിച്ചാൽ കരച്ചിലൊക്കെ വരുമോ? സങ്കടം തോന്നുന്ന ഭാഗങ്ങൾ വായിച്ചാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. ഇത് കരയിക്കുന്ന പുസ്തകം തന്നെ. കവിതക്കേസ്. ചേച്ചി എന്നെ കളിപ്പിക്കുകയാണോ? ഈ കണ്ണീരൊഴുക്കെ ഇത് ഇന്നെങ്ങാനും തുടങ്ങിയതാണോ ചേച്ചി? അച്ഛനും സുമതിയോ ഉറങ്ങിയോ? പട്ടി മോങ്ങിയോ? പൂച്ച കരഞ്ഞോ? നിന്നെ കൊണ്ട് ഞാൻ പുറത്തെ മുട്ടി. ചേച്ചിയുടെ ഈ കരച്ചിലും കള്ളവിദ്യയും കൊണ്ട് ഞാൻ സഹി കെട്ടു. ലീലേ, നീ പോയി കിടന്നുറങ്ങും. നിന്റെ ചേട്ടൻ വരാറായി കാണും.
ഞാൻ കിടക്കണ്ടിരിക്കട്ടെ. ഇത് എന്തൊരു ചേട്ടൻ? നേരെ ഇത് എത്ര ആയിന്നാ? 4 മണിക്ക് ഇറങ്ങിയാ പിന്നെ ചേട്ടനെ ബോധിക്കുമ്പോ തന്നെ വരവ്. ചേട്ടനൊരു സുഖക്കേടുകാരനല്ലേ? ഇങ്ങനെ തുടങ്ങിയ എങ്ങനാ? ദേ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിലേ ഞാൻ തന്നെ പറയാം. അയ്യോ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അതെ, പറഞ്ഞാ കേട്ടില്ലെങ്കിലേ അപ്പ എന്നോട് പറഞ്ഞാ മതി, ഞാൻ കേൾപ്പിച്ചു തരാം. രാധയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ആനന്ദം ക്രമേണ മങ്ങി മങ്ങി അവൾ പഴയ മട്ടിലായി തീരുന്നു. ക്ഷീണം സഹിക്കാതെ കട്ടിലിൽ ചരിയുന്നു. ചേട്ടാ, ഹരിച്ചേട്ടാ എന്ന് അവ്യക്തമായി പ്രലപിക്കുന്നു. ആരോ കതകിൽ തട്ടുന്നു. രാധ എണീറ്റ് കതക് തുറക്കുന്നു. ജനാർദ്ദനൻ നായർ പ്രവേശിക്കുന്നു. മുഖത്ത് ചെറിയ വിളർച്ച, വേഷത്തിന്റെ സംവിധാനത്തിൽ അനാസ്ഥ, പക്ഷേ വസ്ത്രങ്ങളെല്ലാം വില പിടിച്ചതു തന്നെ. ഒരു കാസരോഗിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ജനാർദ്ദനൻ നായർ ഇപ്പോ ഇവിടെ നിന്നും ആരിറങ്ങിപ്പോയി? ലീല. ഓ, ലീലയോ? അവൾ ഇതുവരെ ഉറങ്ങിയില്ലേ? അവൾക്ക് വളരെയേറെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കയറി വന്നു ഉറങ്ങാനായിട്ട് പോയി. നിനക്കെന്താ ഇന്നൊരു ക്ഷീണം? വൈകുന്നേരം ഞാൻ പോയപ്പോ നീ നിന്റെ അച്ഛന്റെ മുമ്പേ തെളിഞ്ഞു കയറി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഇത്രയും നേരം ഉറക്കം കഴിഞ്ഞിരുന്നത് കൊണ്ടായിരിക്കും. എനിക്ക് നേരത്തെ ഉറക്കം വന്നു, പക്ഷെ ഞാൻ ഉറങ്ങാതെ ഇതുവരെ ഇരുന്നു. നിനക്ക് ഉറങ്ങിക്കൂടായിരുന്നോ? ഞാൻ വന്ന് വിളിച്ചിട്ട് എണീറ്റാ പോരെ? നാളെ മുതൽ അത് മതി. നീ തനിയെ അധിക നേരം ഇരിക്കണ്ട. അങ്ങ് നേരത്തെ വന്നാലും മതിയല്ലോ. എനിക്ക് മനസ്സാകുമ്പോൾ ഞാൻ വരും. ഞാൻ നിങ്ങളുടെ ആരുടെയും ചിലവിലല്ല. അങ്ങ് മഹാപ്രഭു, ഞങ്ങളുടെ ചിലവിലോ ജീവിക്കാൻ. ഇരിക്കട്ടെ, ആ കേശവക്കുറുപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. വന്നിരിക്കും. ഞാൻ ഊണ് കഴിക്കും വരെയും വരണ്ട, വരണമെന്നില്ല. അതിരിക്കട്ടെ, കേശവക്കുറുപ്പിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യത്തിന്റെ ആവശ്യം? അയാൾ നിന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ? അപ്പോ അയാളെ കുറിച്ച് നിനക്ക് ചില അഭിപ്രായങ്ങളെല്ലാം കാണുമല്ലോ. എന്റെ അനിയത്തിയുടെ ഭർത്താവിനെ കുറിച്ച് ഞാനങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഉറച്ച ശരീരവും അല്ലേ? അയാൾക്കും സുമതിക്കും കൊള്ളാം. അയാൾക്ക് യാതൊരു ദുസ്വഭാവങ്ങളും ഇല്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ലോകത്തിനും കൊള്ളാം. ഇത് ആരെ വലിച്ച സിഗരറ്റ്? ഞാൻ സിഗരറ്റ് വലിക്കുമോ? ഇല്ല. പിന്നെ പിന്നെ നിന്റെ അച്ഛനില്ലാത്തൊന്ന് സിഗരറ്റ് വലിച്ചോ? ഇല്ല. ഇല്ല. അങ്ങനെ പിന്നെ ആര്? ഈശ്വരനോ? അത് ഞങ്ങളുടെ ചാർച്ചക്കാരനായ ഒരു മാന്യൻ. ചാർച്ചക്കാരൻ? നിന്റെ ചാർച്ചക്കാരൻ എന്ന് പറയാം. എന്തിന്? അച്ഛന്റെ വളരെ അടുത്ത ബന്ധു. അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകുന്നത് വരെ അച്ഛനാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ ഒക്കെ ട്രസ്റ്റിയായിരുന്നു. ഓ, അങ്ങനെ പിന്നെ മക്കളുടെ ട്രസ്റ്റിയുമായി, അങ്ങനല്ലേ? അനാവശ്യം പറയരുത്. ഞാൻ ആവശ്യത്തിന് പോലും പറഞ്ഞില്ല. ഞാൻ പരമാർത്ഥം പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാനേ
ഞാൻ പരമാർത്ഥം അറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല. ചാർച്ചക്കാരൻ. മാധവൻ നായരുടെ ഗൃഹത്തിന്റെ മുൻവശത്തുള്ള അടിച്ചുകൂട്ടുപുര. സമയം 3:30 മണി. ലീലയും അവളുടെ സഹപാഠിയായ രാമചന്ദ്രൻ നായരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. രാമചന്ദ്രൻ നായർ സുമുഖനായൊരു യുവാവാണ്. അയാൾക്ക് ചുറ്റും നാടകീയമായൊരു അന്തരീക്ഷമുണ്ട്. രസികത്വം കലർന്ന വേഷം. രാമചന്ദ്രൻ നായർ. ലീല. എങ്കിലും ആ ക്രിസ്ത്യാനിയുടെ റോള് ഗാർബോ എത്ര ഭേഷായി അഭിനയിച്ചിരിക്കുന്നു. എനിക്ക് ഗാർബോയെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. രാമചന്ദ്രൻ നായർ. അത് പിന്നെ സമ്മതിക്കുക തന്നെ വേണം. ഉള്ളിൽ തിങ്ങി ശ്വാസം മുട്ടിക്കുന്ന വികാരങ്ങൾ അഭിനയിക്കാൻ ഗാർബോയെ ആര് ജയിക്കും? എന്തായിടി എൻ്റെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞെന്ന് വെച്ചാൽ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണോ? അല്ല, എല്ലാവരുടെ ഗൂഗിൾ മീറ്റിൽ വന്നു, കണ്ടു, ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. ഹൈടെക് ആയല്ലോ, ഒരുപാട് നേരം സംസാരിച്ചു കാണുമല്ലോ. ആണെങ്കിൽ തന്നെ നിനക്കെന്താ? എനിക്കൊരു നാടകം വായിക്കാനുണ്ട്, ഒരു അസൈൻമെന്റ് ഉണ്ട്. നാടകം വായിക്കുന്നത് നാടകമാണെങ്കിലേ നിൻ്റെ ഈ സംസാരവും പറച്ചിലൊക്കെ കണ്ട സീരിയലേതുപോലെ തന്നെ ഉണ്ട്. നിനക്ക് എന്നെ പറ്റി ഒരു ചുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. എന്തിന്? അറിയുന്തോറും അറപ്പാണ്. ഇതേ നീ അനാവശ്യമായിട്ട് സംസാരിക്കരുത്. അതിന് ആവശ്യത്തിന് പോലും ആയില്ലല്ലോ. ഹലോ, കേൾക്കാമോ? അതെ, സോറി, ഞാൻ വെറുതെ ദേഷ്യത്തിന്. ഹലോ, സോറി. ഹലോ, നിൻ്റെ എഴുത്തുമാനൊക്കെ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. അതുപോലെ ഒരു കഥാപാത്രത്തിന്റെ ഭാഗമേ എനിക്കും അഭിനയിച്ചാൽ കൊള്ളണമെന്നുണ്ട്. എങ്കിലും ഞാനൊരു നാടകം എഴുതിയതാണ്. അതില് ഞാനൊരു നായികയെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലീല തന്നെ ആ ഭാഗം അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. എന്താ നാടകം? എങ്ങനെ അതിന്റെ പോക്ക്? ചൊടിയും ഉത്സാഹവും നിറഞ്ഞൊരു നായിക, നല്ല അഭിനയ സാമർഥ്യം, ഒന്നാന്തരം സംഗീതക്കാരി, പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനും വാസന തികഞ്ഞവൾ. ബാക്കി എനിക്കറിയാം. എന്തറിയാം? എനിക്ക് മനസ്സിലായി. കേൾക്കട്ടെ, പറയും. ബാക്കി ഞാനേ ഊഹിച്ചു കഴിഞ്ഞു. ഊഹിച്ചത് പറയും, കേൾക്കട്ടെ. അവളൊരു നാടകക്കാരനെ പ്രേമിക്കുന്നു. അതെ, അയാളോട് സ്നേഹിക്കുന്നു. രണ്ടുപേരും വിദ്യാർത്ഥികൾ. രണ്ടുപേരെയും ചേർത്ത് ക്ലാസ്സിലുള്ളവർ കഥകൾ മെനയുന്നു. അവരതിനെ പുല്ലുപോലെ കരുതുന്നു. രണ്ടുപേരും പരീക്ഷയിൽ തോൽക്കുന്നു. രണ്ടുപേര് തെണ്ടുന്നു. എന്തേ, നല്ല കഥയല്ലേ? അഭിനയിക്കാൻ സ്കോപ്പ് തോന്നുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. എങ്കിലും ഞാൻ ശരിക്കും എഴുതുന്നൊരു നാടകത്തെ പറ്റി പറയാം. നാട്ടുകാരെ പറ്റിച്ചും പിടിച്ചു പറിച്ചും ജീവിച്ചിരുന്നയാൾ ഒരു ദിവസം രാജ്യത്തിന്റെ രാജാവാകും. തനിക്കിഷ്ടമില്ലാത്തവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാൻ അയാൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. യാത്രാ ചിലവും ഭക്ഷ്യവസ്തുക്കളുടെ വിലയുമൊക്കെ അനുദിനം കൂട്ടുന്നു. അക്കാലത്ത് ചെറിയ തുരുത്തിൽ നിന്ന് നമ്മളെപ്പോലെ നാടകക്കാരും പാട്ടുകാരും ഒക്കെ ആയിട്ടുള്ളവർ അതിനെതിരെ ഉയർന്നു വരും. ഭരണകൂടത്തിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ, രാജ്യത്തിന്റെ ആ തലതിരിഞ്ഞ രാജാവിനെതിരെ അവർ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യും. എന്നിട്ട് സമരം വിജയിച്ചോ? അച്ഛൻ വന്നിട്ട് കുറെ നേരം ആയായിരുന്നോ? നാടകത്തിന്റെ തുടക്കം കണ്ടില്ല, ബാക്കിയെല്ലാം ഇവിടെ വന്ന് കാണുകയായിരുന്നു. രാമേന്ദ്രൻ പോന്നു. അച്ഛാ, പരീക്ഷ ഇങ്ങ് വന്ന് തലയിൽ കയറി. ഇവനാണ് എന്റെ നോട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ കൊടുക്കില്ല. നീ നോട്ട് എഴുതിയിട്ടില്ലെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയാതിരിക്കാനുള്ള അടവല്ലടി ഇത്. അല്ല, അവന്റെ കൂട്ടുകാർ എത്രയോ പേരുണ്ട്, അവരുടെ ഒക്കെ അവന് വാങ്ങിക്കൂടെ? എങ്കിലേ മിസ്
ശ്രീയിൽ എഴുതിയ നോട്ട് എനിക്ക് വേണ്ട. അത് നോക്കി എഴുതി പഠിച്ച തോൽവി നിശ്ചയം. ആ നിശ്ചയമുള്ളവരെ ഇന്നിവിടെ വരേണ്ടിയിരുന്നില്ല. ചില സംശയങ്ങൾ തീർക്കാണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയാൻ പോരാ. കണ്ടോ കണ്ടോ നാടകക്കാരുടെയും സിനിമാക്കാരുടെയൊക്കെ കഥകൾ പറഞ്ഞാൽ പോരാ. രണ്ടുപേരുടെയും കള്ള പൊളിഞ്ഞതും പോരാ, ഇങ്ങനെ തമ്മിൽ തല്ലി നടന്നിട്ടേ പരീക്ഷയ്ക്ക് തോറ്റിട്ട് ഇതിനകത്തോട്ട് കയറിയേക്കരുത്. അതെ അതെ അമ്മാവാ, സത്യത്തിലേ ഈ നല്ല ബുദ്ധിയും സാമർഥ്യമുള്ളവരെ സാധാരണ വിജയിക്കാറില്ല. മണ്ടന്മാരും വിജയിക്കാറില്ല. പിന്നെ ആരാ വിജയിക്കുന്നത്? അല്ല, വിജയിക്കാൻ ഒരാള് വേണമല്ലോ. അതെ, ഈ ബുദ്ധി ഉണ്ടെങ്കിലും മഠയന്മാരെന്ന് വിചാരിക്കുന്ന ചില യന്ത്രങ്ങളില്ലേ, അവരാണ് എപ്പോഴും ജയിക്കുന്നത്. ഈ നാശം പിടിച്ച പരീക്ഷ ഏർപ്പാടങ്ങ് നിർത്തിയിരുന്നെങ്കിലോ? ലോക അവസാനം വരെ കാത്തിരുന്ന ഒരു പക്ഷെ അത് സംഭവിച്ചേക്കും. നീ ആരുടെ? കേശവക്കുറിപ്പ് ഉണ്ടായിരുന്നു, അതോ വരുന്ന വഴിയോ? വരണ വഴി തന്നെ. അല്ല യവനാര്? നമ്മളൊക്കെ വഴിയിലായപ്പം വഴിയിലുള്ളവന്മാരെ വീട്ടിൽ കയറ്റി തുടങ്ങി. അല്ല കുറിപ്പേ, ഞാനവരുമായിട്ട് ഇങ്ങനെ ഒച്ച വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ എന്റെ ചെറുപ്പം നിലനിർത്തുന്നത്. അയ്യോ, ഭയങ്കര ചെറുപ്പം തന്നെ. ചെറുപ്പക്കാരാ, നിനക്ക് സുമതി അറിയാം? അറിയാം. എങ്ങനെ അറിയാം? ഈ ലീലയുടെ ചേച്ചി. അങ്ങനെ. അപ്പൊ പിന്നെ നിനക്ക് എന്നെ അറിയാമോ? പിന്നെന്താ, അറിയാമോ? സുമതി ചേച്ചിയുടെ ഭർത്താവ്. ഓ, അപ്പൊ നിനക്ക് എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് ചെറുപ്പക്കാരെല്ലാം കൂടെ ഇവിടെ കിടന്ന് അങ്ങ് നെകളിക്കണത്. എന്താ വന്നത്? എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. തനിക്കിനി എന്താ വിശേഷിച്ച് പറയാനുള്ളത്? ഞാനിവിടെ പലപ്പോഴായി പറയണ കാര്യങ്ങൾ തന്നെ. എന്ന് വെച്ചാ സുമതിയുടെ കാര്യം. അതിന്റെ മറുപടി പലവട്ടം ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഇഷ്ടമല്ലെന്ന് ഞാനും പലതവണ പറഞ്ഞിട്ടുണ്ട്. പണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാ സുമതിനെ പറയട്ടെ, സുമതിയെ വിളിച്ചോണ്ട് പോകാനാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. അതിന് അവക്കൂടി സമ്മതമാവണ്ടേ? എന്തോന്ന് സമ്മതം? അവളെ സമ്മതം ഇവിടെ ആർക്ക് വേണം? അവളുടെ സുഖത്തിലും ഇഷ്ടത്തിലും കവിഞ്ഞ് എനിക്ക് മറ്റൊന്നുമില്ല. അവളെ എന്റെ ഇഷ്ടം അനുസരിക്കാൻ കടപ്പെട്ടവളാണ്. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഞാൻ അവളെ ഇവിടെ നിന്ന് വിളിച്ചോണ്ടു കാണും. പിന്നെ സുമതി, സുമതി നെടുമങ്ങാട്ട് പോവാ. ബലം പ്രയോഗിക്കാതെ തന്നെ തന്റെ ഇഷ്ടം നടത്തിയവളല്ലേ അവള്? ഒരു ഭർത്താവിനോടൊപ്പം പുറത്ത് മടുത്തിട്ടല്ലടോ അവള് തിരികെ വന്നത്. പിടിച്ചാണ് പിടിക്ക്. അതിനെക്കൊള്ളല്ല, തിരിച്ചു വന്നത് തന്നെ തിരിച്ചു വരാതെ പിന്നെ അവൾ എന്ത് ചെയ്യും? നാട്ടുംപുറവുമായി വലിയ പരിചയമില്ലാത്ത കുട്ടിയാ. പിന്നെ ഭയങ്കര അവള് വളർന്നത് നല്ല തന്റേടത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാ. സ്വാതന്ത്ര്യം കൂടിപ്പോയി. പട്ടണത്തിൽ തന്നെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വളർന്ന് വേറെ കുട്ടികളെ കാണത്തില്ല. പിന്നെ നമ്മളെയൊക്കെ തവിട് കൊടുത്തല്ലേ വാങ്ങിച്ചത്. ഈ പട്ടണക്കാരെ പെരുമാറ്റം ഇങ്ങോട്ട് പറയാണ്ടിരിക്കണതാ ഭംഗി. അവളെ ഒരു കളിയും ചിരിയും കുടുംബക്കാർക്ക് നിരക്കാത്ത പെരുമാറ്റവും ഇതെന്നേ ഞങ്ങളെ രക്തത്തിന് പിടിക്കൂല. ഇട കുറുപ്പേ, എന്റെ കുട്ടി എത്ര കണ്ണീരോടെ തന്നെ പറ്റി എന്നോട് പറഞ്ഞെന്നറിയാമോ? താനും തന്റെ ബന്ധുക്കളും അവളോട് മിണ്ടാറില്ല. അങ്ങും ഇഞ്ഞും മാറിയിരുന്ന് മുള്ളുവാക്കുകൾ പറയും. എന്റെ പാവം കുട്ടിയെ ഒരഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ച് തുപ്പിയിലാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് ഇത്ര അറിയൂ എന്നായതുകൂടെ കേൾക്കാം. ഞാന് എന്റെ നാട്ടുകാരുടെ കണ്ണിയിലുണ്ണിയായിരുന്നു, വീട്ടുകാരുടെ ചെല്ലപ്പൊള്ളയായിരുന്നു. എന്നിട്ട് ആ ശൃംഗാരമഞ്ചരി വീട്ടിലേക്ക് വലത് കാലെടുത്ത് കുത്തിയ ദിവസം ഇവിടെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് നേരെയുള്ള അപവാദം. വരി പറയട്ടെ, ഇങ്ങോട്ട് വാ മാമാ പറയട്ടെ. കയ്യിന്ന് വിടണം. പറയും എന്നെ കുറിച്ച് എന്റെ അമ്മയെ സഹോദരങ്ങളും പറയണ പോട്ട്, ഞാൻ അത് ക്ഷമിച്ച് എന്ന് പറയണേ. ഇത് വീട്ടിലെ വേലക്കാര് വരെ അതും പറയാൻ തുടങ്ങി. ഞാനേ ഇറങ്ങി നടക്കണ വഴിയിൽ നിന്ന് നാട്ടുകാര് മാറി നടക്കാൻ തുടങ്ങി. നടക്കേടായില്ലേ? അപ്പൊ അവള് തിരികെ വന്നോടെ തന്റെ പ്രശ്നം തീർന്നല്ലോ. തന്റെ പേരിലുള്ള അപവാദവും മാറി കിട്ടി. പിന്നെ എന്തിനാണോ ഈ വാശി? അതല്ല ഇപ്പോഴത്തെ കുഴപ്പം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നിവർത്തിയില്ല. എന്റെ ശേഷിക്കുറവ് കൊണ്ടാണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നാണ് അവിടെ മൊത്തം പറയുന്നത്. എനിക്കറിയണം എനിക്ക് ശേഷി ഉണ്ടോ ഇല്ലയോ. അത് തെളിയിച്ചിട്ട്
ഞാൻ ഇവിടെ നിന്ന് പോവും. എന്നാര് പറഞ്ഞു? അവളുടെ വിഷമത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, അവളെ വിഷമത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ച് തന്നതോടുകൂടി നിങ്ങളെ ഉത്തരവാദിത്തം കഴിഞ്ഞു. താൻ അവളെ ഒരു പാട്ട് പാടാൻ അനുവദിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ വീട് ഒരു നാടകശാല അല്ല പാടിക്കൊണ്ട് നടക്കാൻ. നല്ലൊരു മുണ്ടൊടുക്കാൻ താൻ അവളെ അനുവദിച്ചിട്ടുണ്ടോ? അതെ, എന്റെ അമ്മ ഉടപ്പറന്നാൾ ഉടുക്കള മുണ്ടുണ്ട്, അത് വേണമെങ്കിൽ ഉടുത്താൽ മതി. മുണ്ടില്ല പോലും. താൻ അവളോട് സന്തോഷത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? അയ്യോ, എനിക്ക് വീട്ടിൽ കിടന്നാൽ ശൃംഗരിക്കലല്ല ജോലി. എന്തായാലും അവളെ വിടുന്ന പ്രശ്നമില്ല. എന്നാ എന്ത് വന്നാലും ഞാൻ അവളെ കൊണ്ട് എവിടെ നിന്ന് പോകും. താൻ ഇത്ര ക്രൂരനായി പോലോ? അയ്യോ, നിങ്ങളാണ് ക്രൂരത കാണിക്കുന്നത്. എന്റെ ധനവും കണ്ടിട്ട് മോളെ പിടിച്ചെനിക്ക് കല്യാണം കഴിച്ചു വന്നത് പോരാ. എടോ, ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള സ്വത്തുക്കളെ 10-12 വർഷം നോക്കി നടത്തിയാണോ ഈ ഞാൻ? അന്ന് ഞാൻ ധനത്തെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഇന്ന് ഞാൻ കുബേരൻ. എന്റെ ഹരിമോനോട് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവൻ എന്റെ മോളെ കെട്ടിയാനെ. എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാവുണ്ടെന്ന് കരുതിയ പിന്നെ അവന്റെ 1.5 ചക്രം. നിങ്ങൾ ഇവരെ കാര്യം പ്രസംഗം വലിയ നടത്തുമെന്ന് എനിക്ക് അറിയാൻ പോവാ. ഞാൻ അത് കേൾക്കാനല്ല വന്നത്. ഞാൻ സുമതി വിളിച്ചോണ്ടോ. സുമതി, സുമതി, ഞാൻ അവളെ അയക്കില്ല. നിങ്ങൾ അയക്കണ്ട. അയ്യേ, നിങ്ങൾ അയക്കൂല. നിങ്ങള് മോക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കണ ആളല്ലേ. നിങ്ങളും മോളോട് വേണ്ട സ്വാതന്ത്ര്യം പുലർത്തുന്ന ആളായിരിക്കും അല്ലേ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എന്നോട് കളിക്കല്ലേ. ഓടാ, ഞാൻ ആള് മഹാചെറ്റാണ്. അതെനിക്കറിയാം. ഓടാ. രക്തം കണ്ട് അറപ്പ് മാറിയ കുറുപ്പന്മാരെ കുടുംബമാണ് ഞങ്ങൾ. ഞാൻ ഇന്ന് വാറെടുത്തില്ല, അതുകൊണ്ട് നിങ്ങളെ ഉയിര് കിടക്കണം. എന്തോന്ന് ഉയിരെ നീ എന്നെ പറഞ്ഞത്? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തൻ. എനിക്ക് മാപ്പ് തരണം. അതിന് മോള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചു. അതിന് ദ്രോഹിയല്ലേ ഉത്തരവാദി. അച്ഛാ, ഞാൻ നെടുമങ്ങാട് പോയി താമസിക്കാം. നെടുമങ്ങാട്ടാ? അതൊന്നും പറ്റൂല. ഞാനത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനും നിശ്ചയിച്ചു കഴിഞ്ഞു. നീ എന്ത് നിശ്ചയിച്ചു? അവന്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് കണ്ണി കണ്ട നാട്ടും തുപ്പ സഹിച്ച് ജീവിക്കാനോ? ഒരു മകളെന്ന നിലയിൽ അച്ഛൻ അനുസരിക്കണ പോലെ തന്നെ ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതല്ലേ? അതിനച്ഛൻ വെറുതെ തരണം. സുമതി എന്തിന് ഇങ്ങനെ പറയണം? അച്ഛൻ വെറുതെ തരണോന്നോ? എന്തിന്? ഇനി ആ കേശവക്കുറുപ്പിന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാ? ഈ സുമതിക്ക് ഒരു വ്യക്തിത്വം ഇല്ലേ? ഇനി ഈ സുമതിക്ക് എന്തൊക്കെ ചെയ്യാം? പഠിക്കാം, ജോലിയൊക്കെ വാങ്ങാം. സാർ, എനിക്ക് ഈ നാടകത്തില് സുമതിയുടെ സംഭാഷണങ്ങളുമായിട്ടൊരു പൊരുത്തക്കേട്. എഴുത്തുകാരനെ നിശിതമായിട്ട് വിമർശിക്കാതിരിക്കാനും ആവില്ല. അപ്പോ ഈ അസൈൻമെന്റിൽ അങ്ങനെ കൂടെ ഉൾപ്പെടുത്താലോ അല്ലേ സാർ? അച്ഛാ, ഞാൻ നരകത്തെ സ്വർഗമാക്കി മാറ്റും. മണലിൽ നിന്ന് കയറിയിരിക്കാൻ ഒക്കുമോ കുഞ്ഞ്? സ്ത്രീക്ക് അതിന് ശക്തിയുണ്ട്. അത് വെറും തോന്നല. അതെ, പരമാർത്ഥത്തെ പറ്റിയുള്ള തോന്നൽ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഭ്രാന്ത്, നട്ടഭ്രാന്ത്, അല്ലാതെ എന്താ? ശരിക്കും അങ്ങനെയുള്ളൊരു എഴുത്താണ് വേണ്ടത്. നമുക്ക് തോന്നുന്ന രീതിയിൽ സർഗാത്മകതയുള്ള ഒരു പഠനം വയ്ക്കണം. പിന്നെ ഈ നാടകം എഴുതിയ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്.
1942. ഈ 1942 എഴുതിയ നാടകം ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. പിന്നെ പിന്നെ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ ആകാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ. മണലിൽ നിന്ന് കയറ് പിടിക്കാൻ ഒക്കുമോ കുഞ്ഞെ? സ്ത്രീക്ക് ശക്തിയുണ്ട്. അത് വെറും തോന്നല. അതെ, പരമാർത്ഥത്തെ പറ്റിയുള്ള തോന്നൽ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഭ്രാന്ത്, നട്ടഭ്രാന്ത്. അല്ല അതെന്താ? ഞാൻ പോകും. സഹിക്കും. നീ ഒന്നും ചെയ്യണ്ടെന്നാണ് ഞാൻ പറയണത്. എനിക്ക് പോണം. അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറക്കണം. പിന്നെ നിനക്ക് നെടുമങ്ങാട്ട് പോട്ടെ. നീ മനസ്സിലാക്കാഞ്ഞിട്ടല്ല മോളെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പിള്ളേർ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താ എന്റെ ഹരിമാനോ? മക്കളെപ്പോ വന്നതാ? ഞാൻ ഇന്നലെ രാത്രി. യാത്രയൊക്കെ സുഖമായിരുന്നോ? അതെ അമ്മാവ. ഇരിക്കെ. അയ്യോ മോനെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലടാ. അത് പിന്നെ അമ്മാവ, ഈ കടൽക്കാറ്റൊക്കെ അടിച്ചുള്ള ജീവിതമല്ലേ, അതാണ് അമ്മാവ. എന്തായാലും നീ വരുന്ന വിവരത്തിൽ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോടാ. യാത്ര പൊടുന്നനെ നിശ്ചയിച്ചതാ. എനിക്ക് പെട്ടെന്ന് നിങ്ങൾ വരണമെന്ന് തോന്നുന്നു. അതെന്തായാലും വളരെ നന്നായി. വളരെ നന്നായി. ശരിക്കും ഈ ഹരീന്ദ്രനെ പിടികിട്ടുന്നേ ഇല്ല. എന്തായിരിക്കും പുള്ളിയുടെ രീതി? കിട്ടുന്നില്ല. ആ, രണ്ടാമത്തെ രംഗമല്ലേ ആയുള്ളൂ. കിട്ടും കിട്ടും. മോനെ ഹരീന്ദ്ര, രാധയും ജനാർദ്ദനൻ നായരും പ്രവേശിക്കുന്നു. ജനാർദ്ദനൻ ഇനി ഹരീന്ദ്രനോട് ചൊറിയാകുമോ? ജനാർദ്ദനൻ നായർക്ക് മുൻരംഗത്തെ അപേക്ഷിച്ച് ക്ഷീണം കൂടുതൽ കാണുന്നു. രാധയുടെ വൈവശ്യവും വർദ്ധിച്ചിരിക്കുന്നു. മോനെ, അതാ നിന്റെ രാധ. രാധേ, നമ്മുടെ ഹരി. ചേട്ടാ, ചേട്ടൻ എപ്പം വന്നു? ഹരി, അത് ജനാർദ്ദനൻ, രാധയുടെ ഭർത്താവാ. പിന്നെ സുമതിയുടെ ഭർത്താവ് മോൻ വരുന്നതിന് തൊട്ട് മുമ്പോടൊന്ന് പോയേ ഉള്ളൂ. വളരെ സന്തോഷം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞത്. മോനെ, എനിക്ക് വല്ലാത്ത തലവേദന. അമ്മാവുമായി കിടക്കാം. എന്താ മിസ്റ്റർ ജനാർദ്ദനൻ നായർ, വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ, സുഖമില്ലേ? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. ഒരു ചുമ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. മാറുന്നേയില്ല. അത് വളരെ സൂക്ഷിക്കണം. ചുമ കൊണ്ട് തന്നെ പല സുഖക്കേടുകളും ഉണ്ടാവാം. ആശുപത്രി ഉണ്ടല്ലോ ഏത് സൂക്കേടും ചികിത്സിക്കാൻ എന്ന് കരുതി സൂക്ഷിക്കേണ്ടത് നാം സൂക്ഷിക്കണ്ടേ? നാം എത്ര സൂക്ഷിച്ചാലും വന്നു ചേരേണ്ട ആപത്തുകൾ വന്നു തീരുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ജനാർദ്ദനൻ നായർ, നിങ്ങൾ കിടക്കണം. എനിക്ക് കിടക്കണ്ട, നിങ്ങൾ കിടക്കണം. നിങ്ങൾ രസമില്ലാതെ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. രസിക്കേണ്ടവർ രസിച്ചുകൊള്ളും. രസിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും രസം ഉണ്ടാകുകയില്ല. ഉണ്ടാകണമെന്ന മോഹവുമില്ല. ഞാൻ പോകുന്നു. നിങ്ങൾ നിൽക്കണം, ഞാൻ പോകുന്നു. എനിക്കിവിടെ നിൽക്കാനുള്ള ശക്തിയില്ല. ഞാൻ പോകുന്നു. അതെ, പോകരുത്. അച്ഛനെ കാണണം. നിങ്ങൾ പെട്ടെന്ന് പോകരുത്. നിങ്ങൾ ഈ പരിഹാസം പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അത് അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണ്. കൂടപ്പിറപ്പ്
ഓരോരുത്തർക്കും ഓരോ കൂടപ്പിറപ്പുകൾ. ചിലർക്ക് പരിഹാസം, ചിലർക്ക് വഞ്ചന, ചിലർക്ക് മൗഢ്യം. അങ്ങനെ 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 ഓരോരുത്തർക്കും ഓരോ കൂടപ്പിറപ്പുകൾ. ഇതെന്തൊരു ദാമ്പത്യം! ഞാൻ അനുഭവിക്കുന്ന സുഖം ചേട്ടൻ ഇപ്പോൾ മനസ്സിലായിട്ടാണ്. മോളെ കേൾക്കാൻ മോടി. പിന്നെ മരുമകൻ കൊണ്ടുവന്ന ആലോചന നല്ല ബന്ധമാണ് കേട്ടാ. നിനക്ക് ചേരുമെന്നാണ് തോന്നുന്നത്. ഇന്നലെ അവൻ്റെ അമ്മയെ വിളിച്ചിരുന്നു. അമ്മയുടെ കണ്ണിലുണ്ണിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ജന്മനോ ശ്വാസം മുട്ടലാണ് കേട്ടാ, പാവം. അപ്പം അതൊന്നും മാറുന്നേ ഇല്ലെന്ന്. ഏതായാലും പാവം പയ്യൻ. നിനക്ക് ചേരും കേട്ടാ മോളെ. കേൾക്കുന്നില്ലേ? എനിക്ക് കുറച്ച് വായിക്കാൻ. ശരി ശരി ശരി, പിന്നെ വായിച്ചോ കേട്ടാ. ഞാൻ പിന്നെ അയ്യോ, ആ വാക്ക് പറയരുത്. ചേട്ടനെ എനിക്ക് കാണണം, ചേട്ടനെ എനിക്ക് സ്നേഹിക്കണം. നീ എന്റെ മരണം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നോടൊപ്പം താമസിക്കണം. നിന്റെ തീരുമാനം എന്റെ ഭാവിയെ തീർച്ചപ്പെടുത്തും. ചേട്ടാ, ഞാൻ എന്തു പറയാനാണ്? ഈ ദുരിതം പിടിച്ച ജീവിതം ചേട്ടനെ അല്പമെങ്കിലും ആനന്ദിപ്പിക്കുമെങ്കിൽ ഞാൻ അംഗം 3. ജനാർദ്ദനൻ നായർ രോഗബാധിതനായി കിടക്കുന്നു. ജനാലയ്ക്കപ്പുറം അയാളെ കാണാം. അടുത്ത് രാധയുമുണ്ട്. രാധ തന്റെ ഭർത്താവിന് കഞ്ഞി കൊടുക്കുന്നു. ജനാർദ്ദനൻ വേദന കൊണ്ട് ചുമയ്ക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പൊ അല്പമെങ്കിലും ആശ്വാസം തോന്നുന്നുണ്ടോ? രാധേ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ സുഖമാകുമെന്ന്? തീർച്ചയായും തോന്നുന്നു. അങ്ങേക്ക് പൂർണ്ണ സുഖമാവും. താമസിക്കാതെ അങ്ങ് പൂർണ്ണ സുഖം പ്രാപിക്കും. ഓ, അങ്ങനെ എന്റെ മരണത്തോടു കൂടി പൂർണ്ണ സുഖമാകുമെന്ന് അങ്ങനെയല്ലേ? അങ്ങ് എന്ത് ക്രൂരനാണ് ഇങ്ങനെ സംസാരിക്കാൻ. ഇതിൽ കൂടുതൽ വെറുപ്പ് അങ്ങനോട് കാണിക്കാനില്ല. സത്യം പറയുമ്പോ നീ ക്രൂരത എന്ന് സംശയിക്കുന്നു. അതെ, ഞാനൊരു കാര്യം അറിയാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു. രാധേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 വർഷം എന്നോട് കൂടെ താമസിച്ച് എന്നെ വളരെ അടുത്തറിഞ്ഞ അങ്ങ് സംശയിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ? കഷ്ടം. രാധേ, 3 വർഷത്തെ സഹവാസം എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു ഭാര്യ ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. രാധേ, നാം തമ്മിലുള്ള ബന്ധം നിനക്ക് രസിക്കുന്നുണ്ടോ? ക്ഷമിക്കണം, ഇല്ല. പിന്നെ ഇത്രയും കാലം നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു? എത്രയോ സ്ത്രീകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നു. എന്റെ അനാരോഗ്യമാണോ നീ വെറുക്കുന്നത്? എന്റെ പെരുമാറ്റമാണോ? പിന്നെ എന്റെ ധാരാളിത്തമാണോ നീ വെറുക്കുന്നത്? വ്യക്തമാക്കണം, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു കാമുകിയാണ്.
ഭാര്യയായി മാത്രം ജീവിച്ചുകൂടെ? മരുന്ന് കുടിച്ചില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മരുന്ന് മരുന്ന് എല്ലാ അസുഖത്തിനും മരുന്നുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് കിടക്കണം, എനിക്ക് കിടക്കണം. ചേട്ടൻ ചേട്ടൻ പെട്ടെന്ന് ഈ അസമയത്ത്? ഇതാണ് പറ്റിയ സമയം. എന്തിന്? നമുക്കൊന്നിച്ചു പോകാം. ചേട്ടൻ നേരം പോക്ക് പറയുന്നു. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ നീ നിർബന്ധിതയാണ്. ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് പോകണം. എനിക്ക് ചേട്ടനെ കാണാനുള്ള ശക്തിയില്ല. എങ്കിൽ ഇനി നീ എന്നെ ഒരിക്കലും കാണില്ല. എന്നെയും ആരും കാണില്ല. ഇത് രണ്ടുകൊണ്ടും ആർക്കും ഒരു ഉപയോഗവും ഇല്ല. ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. രാധേ, നീ പറയാറുണ്ടായിരുന്ന ആ ആനന്ദത്തിലേക്ക് നമുക്ക് പോകണ്ടേ? നീ ആഗ്രഹിച്ച ആ സൗഭാഗ്യത്തിലേക്ക്. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു. നീ അയാളെയും? സംശയിക്കാനുണ്ടോ? ഞാനെല്ലാം കണ്ടതാണ്. അച്ഛൻ, സുമതി, ലീല എല്ലാരും സ്നേഹിക്കാൻ കഴിയുന്നവർ. അവർ എന്നും നിന്നെ സ്നേഹിക്കും. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും. അദ്ദേഹം രോഗശയ്യയും. ഇതെന്തൊരു അർത്ഥമില്ലാത്ത പേപ്പറച്ചിൽ. ഹരിച്ചേട്ടാ, ചേട്ടൻ എന്റെ പ്രാണനാണ്. ഇങ്ങനെ 1000 തവണ പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊരു കാമുകിയാണ്. ഉച്ചക്കിറക്ക് വിടൂരാതെ വരുന്നെങ്കിൽ എന്നോടൊപ്പം വരണം. ഇല്ലെങ്കിൽ നിന്റെ സാഹസം കാണാൻ നീ തയ്യാറാകണം. ചേട്ടാ, ഹരിച്ചേട്ടാ, നീ എന്തിനു പരിഭ്രമിക്കുന്നു? നമുക്ക് പോകാം. അദ്ദേഹത്തിന് വലിയ സുഖക്കേടായി കിടക്കുന്നു. അപ്പോ നീ അയാളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു കുറ്റവുമില്ല. നിന്റെ ഭാവി ആനന്ദകരമായി തീരുകയും ചെയ്യും. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ കോപത്തോടു കൂടി പെരുമാറിയതേ ഇല്ല. അപ്പോ അയാൾ നിന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ശാന്തനായി സംസാരിച്ചു. നീ ഒരു കാമുകയാണല്ലേ? തീർച്ചയായും. അച്ഛൻ എന്നെ ശപിക്കും. ചേട്ടൻ എന്നേക്കുമായി വെറുക്കും. അമ്മാവൻ ഇപ്പോൾ തന്നെ ജനാർദ്ദനൻ നായരുമായുള്ള ബന്ധത്തിൽ ഉള്ളുകൊണ്ട് ഖേദിക്കുകയാണ്. നമ്മുടെ പുതിയ ബന്ധം അദ്ദേഹത്തെ സന്തുഷ്ടനാക്കും. തോരാ കണ്ണീരിൽ മുങ്ങിയ സുമതി ഇത് കേട്ടാലുടൻ സന്തോഷിക്കും. ലീല പ്രാണത്യാഗം ചെയ്യും. അവൾ നാം താമസിക്കുന്നിടം തേടിപ്പിടിച്ചറിഞ്ഞ് അവിടെ എത്തും. നമ്മെ ദമ്പതിമാരായി കാണാൻ. നാം അവളെ ഒരു ദേവകന്യയെ പോലെ വളർത്തും. അപ്പോ അച്ഛന്റെ വാർദ്ധക്യകാലത്ത് എല്ലാ ക്ലേശങ്ങളും താങ്ങാൻ എന്റെ ഹരിച്ചേട്ടനുണ്ടാകും. തീർച്ചയായും. എല്ലാ ക്ലേശങ്ങളും തീർത്ത് അദ്ദേഹത്തെ സ്വസ്ഥനാക്കും. എന്റെ സുമതിയുടെ ഭർത്താവിനെ ഹരിച്ചേട്ടൻ തിരിച്ചു കൊണ്ടുവരും. തീർച്ചയായും. എന്റെ ലീല ഉയർന്നുയർന്നു പോകും. നമ്മുടെ ലീല. അദ്ദേഹത്തിന്റെ സുഖക്കേട് ഞാൻ വരുത്തി വെച്ചതല്ല. എനിക്ക് ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം. രാധേ, ഇനിയും വൈകാൻ തരമില്ല. നമുക്കൊന്നിച്ചു പോകാം. വരൂ. ചേച്ചി, ചേച്ചി ഓടി വാ. സുമതി ചേച്ചി വിഷം കുടിച്ചു. ചേച്ചി ഓടി വാ. ചേച്ചി, ചേച്ചി. സുമതിയെ പറ്റി ഞാൻ എന്തെഴുതാനാണ്? സുമതിയെ പോലുള്ളവരുടെ ചിന്താഗതിയെ പറ്റിയാണോ എഴുതി തുടങ്ങേണ്ടത്? അതോ സുമതിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എഴുതണോ? അതോ പുരുഷാധിപത്യ സമൂഹത്തിൽ സുമതി എന്ന സ്ത്രീയെ പറ്റി എഴുതണോ? അങ്ങനല്ല എഴുതേണ്ടത്.
ലിംഗവ്യത്യാസങ്ങൾക്കപ്പുറം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ശതമാനം മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് സുമതി എന്ന് പറഞ്ഞുകൊണ്ട് സുമതിയുടെ കഥാപാത്ര വിശകലനം ആരംഭിക്കുന്നു. ഞാൻ എന്താ ഇപ്പൊ വിളിക്കണം എന്ന് വിചാരിച്ചുള്ളൂ. ഇപ്പൊ ഞാൻ എഴുതുന്നു. കേട്ടൂടെ? എൻ്റെ എഴുത്തൊക്കെ നടക്കട്ടെ. ഇനിയിപ്പം അധികം വിളി വേണ്ടി വരില്ല. അത് പറയാനും കൂടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എന്തോന്ന്? ഒരു ജോലി ശരിയായിട്ടുണ്ട്. നാളെ വൈകുന്നേരം ദുബായിലേക്ക് പോകും. അപ്പോ സ്ക്രിപ്റ്റ് എഴുത്തും അവിടെ ഒരു FM-ലാണ് ജോലി. പിന്നെ അവിടെ ഇരുന്ന് എഴുതാലോ. അമ്മാവൻ പ്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് അവിടുത്തെ ഈ ജോലിയൊക്കെ. അത് കൊള്ളാലോ. എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറയാറില്ലേ? ശരിയാവും. പിന്നെ അടുത്ത മന്ത് ലാസ്റ്റ് എൻ്റെ വിവാഹമാണ്. അമ്മാവൻ്റെ മോള് വർഷയില്ലേ, അറിയാലോ, അവളാണ് ആള്. ശരിയെന്നാ, എൻ്റെ എഴുത്തുമാനൊക്കെ നടക്കട്ടെ. RT-PCR റിസൾട്ട് വരാറായി ഉണ്ടാവും. കസേരയൊക്കെ പറഞ്ഞ് മാറ്റി. ആര് മാറ്റും? വേണ്ട, ഇതൊക്കെ എടുത്ത് റാത്തലൊക്കെ എടുത്ത് മാറ്റി. ചടങ്ങ് കഴിഞ്ഞാൽ ഓലയൊക്കെ എടുത്ത് മാറ്റിയാ ഇങ്ങോട്ട് വാ. ഞാൻ ആരെങ്കിൽ ചെയ്യ് ജോലി. പൈസ എത്തി തരണത് എണ്ണി. അല്ല അത് സാരമില്ല, കുഴപ്പമില്ല. വാർപ്പൂടെ എടുത്ത് കഴിയും. അങ്ങോട്ടെടുത്ത് മാറ്റടാ. വാങ്ങി കഴിയുള്ളൂ. അങ്ങനെയുള്ള ചടങ്ങുകളുടെ കാര്യമൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? എല്ലാവരും ഒക്കെ ചോദിച്ചു തുടങ്ങി. എന്ത് വേണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. എന്നാലും അമ്മാവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അതിന് കുഴപ്പമില്ല മോനെ, നിങ്ങൾ അങ്ങ് തീരുമാനിക്കും. മൂത്ത സംബന്ധക്കാരൻ ഇവിടെ ഉണ്ട്. ജനാർദ്ദന്റെ സുഖമില്ലാത്തതല്ലേ, പോയി കിടന്നുകൂടായിരുന്നോ? ഹരി, എന്തെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യേ. ഇങ്ങോട്ട് വാ. മരിച്ചത് സുമതിയല്ലേ? അവളെ ഭർത്താവ് ഇവിടെ ജീവനോടെ ഉണ്ട് കേട്ടാ. കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടപ്പെട്ട കുടുംബക്കാരിവിടെ ഉണ്ട്, ഞങ്ങൾ ആലോചിച്ചോളാം കേട്ടാ. കാര്യങ്ങൾ നടത്താൻ വന്നേക്കണം. ഓ, എന്താണാവോ പ്രായപൂർത്തിയായ പെൺകുട്ടിയുള്ള വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം? അതെ, അത്ര നല്ല സ്വഭാവമല്ല. പ്രത്യേകിച്ച് ഇതൊരു മരണ വീടാണ്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തല്ലേ. നടക്കിയോ? രാമേന്ദ്രൻ ഇരിക്കാത്തത് എന്താ? കുഴപ്പമില്ല മാവാ. ലീലയില്ലേ? അവിടെ രാധയുടെ അടുത്ത് കാണും. രാധേച്ചിയുടെ വല്ലായ്മയൊക്കെ രാധയ്ക്ക് ഇപ്പോഴും ചേച്ചി മുറിയിൽ തന്നെയാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പതിവില്ലാത്ത ആമുഖമൊക്കെ എന്തിനാ? ലീല എനിക്ക് മാപ്പ് തരണം. എന്തിന്? ഞാൻ ലീലയോട് അധർമ്മം കാണിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അവിവേകം പ്രവർത്തിച്ചു. മനസ്സിലായില്ല. ഞാൻ ചെയ്യരുത് ചെയ്തു എന്ന്. വ്യക്തമായി പറയേ. ലീല, ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ
അതെ, അതിനും ഞാൻ ഇടവരുത്തിയിട്ടുണ്ട്. നേരം പോക്ക് താങ്ങാൻ ശേഷിയുള്ള ഒരു അവസരം അല്ലെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നേ. ലീല എന്നെ ഒരു ആരാധകനായി മാത്രം കണക്കാക്കണം. ഞാൻ ഈശ്വരനല്ല, ആരാധന ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. എടോ, തനിക്കറിയാലോ, എൻ്റെ അച്ഛനൊരു മാമൂൽ പ്രിയനാണ്. അദ്ദേഹം ഒരു വിപ്ലവകാരി ആയതിന് നമുക്കെന്താ? അദ്ദേഹം പറയുന്നത് ഞാൻ വേദവാക്യം പോലെ തന്നെ അനുസരിച്ച് തീരണം. 1000 വട്ടം അനുസരിച്ചോളൂ, എനിക്കൊരു വിരോധവും ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്റെ ഭാവി. ഈശ്വരന്റെ കയ്യിലാന്ന് പറഞ്ഞില്ലല്ലോ, ഭാഗ്യം. ഞാൻ അതിന് ഉത്തരവാദിയല്ല. അച്ഛൻ പറഞ്ഞാൽ എനിക്ക്. നീ എന്തൊക്കെയാ പറയുന്നേ? അദ്ദേഹം എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത്ര നേരത്തെ? അദ്ദേഹം നിശ്ചയിച്ച വിവാഹം അത് നമ്മുടേതല്ല. ലീല എന്നോട് ക്ഷമിക്കണം. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാതിരുന്നെങ്കിൽ. നാടകം എഴുതുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ ദേവിയത് എന്നോട് പറയാതിരിക്കെ. ലീല, ഞാൻ അതിന് ഉത്തരവാദി അല്ലെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞാല് എനിക്ക്. എന്നെ സ്നേഹിക്കുന്ന സമയത്ത് നീ അച്ഛന്റെ അനുവാദം വാങ്ങിയിരുന്നോ? ലീല, നീ എന്നൊന്ന് മനസ്സിലാക്ക്, വിശ്വസിക്കുക. മനസ്സിലാക്കി. നീ ഇവിടുന്ന് പോണം. കൂടുതൽ പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, സന്ദർഭം മോശമാണ്. ഇവിടുന്ന് ഇറങ്ങണം. ലീല, ഞാൻ ഇറങ്ങി പോടാ. എന്റെ അച്ഛൻ്റെ ഒരു മാമൂല്. എനിക്ക് വേണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. കഴിക്കൂലേ? ഞാൻ കഴിക്കില്ല. എന്തെങ്കിലും ഒന്നും കഴിക്കും മക്കളെ. എനിക്ക് വിഷം തന്നെ കൊല്ലാൻ പോവുകയാണല്ലോ. രാധേ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കൂ. വിഷം രാധേ, ഞാൻ കഴിക്കില്ല. രാധേ, വിഷം. രാധേ, രാധേ, രാധേ. രോഗി എപ്പോഴും വിഷത്തെ പറ്റിയാണ് പറയുന്നത്. സുമതിയമ്മ വിഷം കുടിച്ചോന്ന സംഭവം മനസ്സിലുണ്ട്. അതവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം ഈ സുഖക്കേടിന് കാരണം. ചേച്ചിയെ ഞാനാണ് വിവരം അറിയിച്ചത്. ഞാൻ കാരണം. അങ്ങനെയൊന്നും കരുതണ്ട. നേരത്തെ തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം. പെട്ടെന്ന് ഈ മരണം കൂടി ആയപ്പോ. എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു. ആഹാരം സ്വന്തമായി കഴിക്കില്ല. ഈ വിഷം ഓർമ്മയിലുണ്ടല്ലോ. അപ്പോ അത് മാറ്റാനാണ് നമ്മളെല്ലാവരും കൂടെ ശ്രമിക്കേണ്ടത്. ക്ഷീണം മാറ്റാനുള്ള മരുന്നുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അധിക നാളിങ്ങനെ തുടരാൻ പറ്റത്തില്ല. ലീല അകത്തേക്ക് ചെല്ലും. രാധയോടെ പൊട്ടാറോ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രോഗികളെ ഈ കെട്ടിടത്തിൽ താമസിപ്പിക്കുന്നത് ചികിത്സയ്ക്ക് എതിരാണെന്ന് തോന്നുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അത് ചെയ്യാം. അല്ല, ഈ ഭവനത്തിൽ വെച്ചാണ് സുമതി അമ്മയുടെ മരണം. അപ്പോൾ ആ മരണമാണ് രാധമ്മയുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് കാരണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് അവർ കുറച്ചു കാലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നത് രോഗശമനത്തിന് ഉപകരിക്കും. എങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ മതി. തൽക്കാലം നാഗർകോവിലേക്ക് മാറി താമസിക്കാൻ നന്നായിരിക്കും തോന്നുന്നു. ജനാർദ്ദൻ നാരായണ സുഖക്കേടിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അങ്ങേക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിഷ്ടപ്പെടില്ലേ? അല്ലെങ്കിൽ തന്നെ
എന്റെ ഇഷ്ടം ആര് നോക്കാനാണ്? അല്ല, അവർ നാഗർകോവിലിൽ താമസിക്കുന്ന കാലം അത്രയും അങ്ങും മിസ് ലീലയും ഇവിടെ തന്നെ താമസിക്കണം. അത് സാധ്യമല്ല ഡോക്ടർ, അത് പറ്റില്ല. എന്റെ മോളെ പിരിഞ്ഞ് ഞാൻ എങ്ങും പോകില്ല. അല്ല, അങ്ങ് ഇക്കാര്യത്തിൽ ദയവ് ചെയ്ത് നിർബന്ധം പിടിക്കരുത്. പറ്റൂല ഡോക്ടറെ, ഈ രാധയുടെ രോഗം മാറാൻ വേറെ ഒരു വഴിയില്ലേ? വരും. To be very frank, രോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഹോപ്പ് പറയുന്നു. I will try my level best. അത് വേണം, അത് വേണം. ഈ ഡോക്ടറെ, ഡോക്ടറിനെ അറിയുമെന്ന് അറിഞ്ഞൂടെ? ഉപദേശിക്കണല്ല. ഞാൻ ഇവിടെ നെടുമങ്ങാട്ട് മേലാങ്കോട് ക്ഷേത്രത്തിൽ ഒരു നാടകം കണ്ടുകൊണ്ടിരുന്നു. അപ്പം അതിനകത്ത് ഇതുപോലെ ഒരു രോഗത്തിന്റെ കേസ് വന്നപ്പം ഡോക്ടർ എന്തിനാ ഒരു മെറാക്കിൾ അങ്ങനെ ഒരു മരുന്ന് വല്ലതും ഉണ്ടാ? മെഡിക്കൽ മെറാക്കിൾ? അത് തന്നെ, അത് കൊടുത്താൽ മാറുമായിരിക്കും അല്ലേ? ഡോക്ടർ തുണ്ടെഴുതി തന്നാൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. സാർ, തീരുമാനം എന്തായാലും പെട്ടെന്ന് അറിയിക്കട്ടെ. ഡോക്ടറെ കാണുമായിരിക്കും അല്ലേ? ഇതിലുണ്ടാ? ഓ, വീട്ടിൽ പോയി എടുത്തോണ്ട് വരാന്നല്ലേ? എന്നാ പോയിട്ട് വരും, ഇവിടെ കാണാം. ഓ അമ്മാവ, താൻ ഇതുവരെ പോയില്ലേ? വെറുതെ ആളുകളെ കൊണ്ട് അതൊന്നും പറയിക്കണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നും മിണ്ടാത്തത്. അമ്മാവ എന്നോടൊന്ന് ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് മനസ്സിലായി. എനിക്ക് ബഹളം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാം. അമ്മാവ, ഞാൻ ഇപ്പം പഴയ കുറിപ്പല്ല, നോക്കിയാണ് ഞാൻ ആളാകെ മാറിയിട്ടുണ്ട്. താനെന്താ ആളെ കളിയാക്കണോ? മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. അമ്മാവ, ഞാൻ എന്ത് പറഞ്ഞു അമ്മാവന്? അമ്മാവ, ഞാൻ ഹൃദയം പൊട്ടി പറയാണ്. അമ്മാവൻ, കുറുപ്പേ, നിന്നോട് ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ കൊല്ല്. ആ വാക്ക് എനിക്ക് പരമാനന്ദം തരും അമ്മാവ, പരമാനന്ദം തരും. ക്ഷമ നീ ചെയ്യുന്നതിന് നിനക്ക് എന്റെ കൈ പെരുത്തുവരാണ്. അടിക്കണം അമ്മാവ, അടിക്കണം, അടിക്കണം. എന്നെ എന്റെ മക്കളെ ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചൂടെ? അമ്മാവന്റെ അടുത്ത് അമ്മാവ, ആ സംഭവം ഇല്ലേ, ആ സംഭവം എന്റെ കണ്ണ് തുറപ്പിച്ച്. ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം. ഇങ്ങോട്ട് നോക്ക് അമ്മാവ. എനിക്ക് നേരെ ഉണ്ടായ അപമാനങ്ങളൊക്കെ പോട്ട് അമ്മാവ എന്നോട് ക്ഷമിച്ചൊന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം തീർന്നു. ഈശ്വര, ഞാനിനി എന്തൊക്കെ കാണണം? അമ്മാവ, അമ്മാവനും കുടുംബത്തിനും താങ്ങായിട്ടും തണലായിട്ടും ഈ കുറിപ്പ് എന്തുകൊണ്ടാണ്? അമ്മാവ എന്നൊരു മോനായിട്ട്, അല്ല, എന്നൊരു മരുമോനായിട്ട് കാണും. അമ്മാവന്റെ മരുമോനാവാൻ എനിക്ക് ഒരു അവസരം കൊടുത്ത എന്റെ സുമതിക്ക് വേണ്ടി, എന്റെ അമ്മാവന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ലീലയെ വിവാഹം കഴിക്കാൻ. ഇങ്ങനെയാണ് നാലാരംഗം അവസാനിക്കുന്നത്. ഈ കഥാപാത്രങ്ങളുടെ വളർച്ചയൊക്കെ ഈ സീനിൽ വ്യക്തമാണ്. ഈ കേശവക്കുറിപ്പിനെ ഫോക്കസ് ചെയ്ത് എഴുതുന്നവർക്ക് ഈ രംഗത്തിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിക്കാം. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്? എവിടെ ആർക്കും ഒരു ഡൗട്ടില്ലല്ലേ? എന്നാൽ പിന്നെ എടുത്ത് ബുദ്ധിമുട്ടുണ്ട്. പൊക്കോ, ലെഫ്റ്റ് ആയിക്കോ. പിന്നെ ശ്രേയ ഒന്ന് നിൽക്കണേ. അല്ല, ഈ സുമതിയുടെ കഥാപാത്രത്തെ പറ്റിയുള്ള സംശയമൊക്കെ തീർന്നു? അയ്യോ സാർ, അത് സംശയമല്ല. കാലഘട്ടം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഈ കാലത്തിൻ്റെയും പ്രായത്തിൻ്റെയും വ്യത്യാസമൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, ഞാൻ വളച്ചിട്ടില്ലാതെ പറയാം. ശ്രേയയ്ക്ക് അറിയാലോ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകത്ത് തന്നെ എൻ്റെ ഭാര്യ മരണപ്പെട്ടു. പിന്നെ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് നോക്കിയില്ല. അങ്ങനെ ഒരാളെ കണ്ടെത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അതറിയാലോ. സുരേഷ് സാറ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഞാനായിരിക്കും പിന്നെ HOD. എന്തോ ശ്രേയയെ കണ്ട അപ്പോഴത്തന്നെ അന്ന് മുതൽ തന്നെ എനിക്ക് എന്തോ ഒരു സ്പാർക്ക്. അച്ഛൻ്റെ നമ്പർ ഒന്ന് തരാമോ ശ്രേയയുടെ? വേറെ ഒന്നുമല്ല, ഒരു മാരേജിൻ്റെ ഒരു പ്രപ്പോസലിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രേമിച്ചടക്കാനുള്ള സമയമൊന്നുമില്ല, സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രായം കുറച്ച് കൂടുതലാണെങ്കിലും UGCയുടെ ശമ്പളമൊക്കെയാണ്, അതൊക്കെ അറിയാലോ, സ്കെയിലൊക്കെ അറിയാലോ. അല്ല, ഞാനൊന്നു
ഒരു പ്രപ്പോസൽ വെച്ചതേ ഉള്ളൂ, ഇങ്ങനെ ദേഷ്യപ്പെടണ്ട. ആ ശ്രേയ, അസൈൻമെന്റ് ഒക്കെ 2 ദിവസം കഴിഞ്ഞ് വെച്ചാൽ മതി. ഇനി ഇതൊരു ഇഷ്യൂ ആക്കണ്ട, താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമുക്ക് വിട്ടേക്കാം. ശ്രേയ. അംഗം 5. നാഗർകോവിലിലെ വാടക കെട്ടിടത്തിന്റെ മുൻഭാഗം തമിഴ് എന്ന പെൺകുട്ടി മുറ്റം വൃത്തിയാക്കുന്നു. രാധമ്മയ്ക്ക് ആഹാരം കൊടുത്താലും കഴിച്ചില്ല അല്ലേ? ശരി, ഞാൻ നോക്കട്ടെ. ഈ ജനാർദ്ദനൻ നായർ, ഈ ജനാർദ്ദനൻ നായർ വീടുതാണ്. തള്ളേ തമിഴ. ഈ പെണ്ണുമ്പിള്ളേരെ പേര് തമിഴ. എനക്കെല്ലാം തെരിയും. നീങ്ക യാര്? இந்த വീട്ടിലെ വേലക്കാരിയാ? ഞാൻ കേശവ കുറുപ്പ്, അങ്ങ് നെടുമങ്ങാട്ടുന്നാണ്. രാധയുടെ ബന്ധു. അറിയാല്ലേ? അയ്യോ, സുമതി സത്തുപോയി. ഞാൻ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ്. നെടുമങ്ങാട് വലിയ വീടൊക്കെ ഉണ്ട്. തമിഴിന് വലിയ വീടാണ് ചിന്ന വീടാണ് ഇഷ്ടം. എനിക്ക് ചിന്ന വീട് തന്നെ ഇഷ്ടം. ഓ ലീല ഇവിടെ ഉണ്ടായിരുന്ന. നമ്മള് തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാന്ന് കേട്ടു. അമ്മാവന്റെ ഒരു കാര്യം അമ്മാവെല്ലാം അങ്ങ് പറഞ്ഞില്ലേ? എപ്പോഴാ കല്യാണം? എത്രയും നേരത്തെ വേണം. കീലിക്കങ്ങ് ധൃതിയായ? യോ, എനിക്കും ധൃതിയായി. അതെ, ധൃതിയാണ്. എത്ര നേരത്തെ കല്യാണം കഴിക്കുന്നു അത്രയും നേരത്തെ. നിങ്ങളൊന്ന് വിഷം തന്നെങ്കിലും കൊല്ലാലോ. ലീലെ, തമാശ കളയണം. അങ്ങോട്ട് പിടിച്ചാണ്. സുമതി എപ്പോഴും പറയും ലീല ഭയങ്കര നേരം പോക്ക് പറച്ചിലാണ്. അപ്പൊ നിങ്ങൾക്ക് മരിക്കണ്ടേ? തമാശ കളയ. എനിക്ക് സുമതിയോട് കാട്ടിയ അപരാധം ഇങ്ങനെ തീർക്കണം. നിങ്ങളെ നിങ്ങളെ കുടുംബത്തിനെ അങ്ങ് സംരക്ഷിക്കണം. പിന്നെ ലീല അച്ഛൻ്റെ കൂടെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പുറകെ ആയിക്കോളാം. അതെ, അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. എന്നോട് കാടത്തം കാട്ടിയ എന്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഇനി എനിക്ക് കാണണ്ട. നിങ്ങൾക്ക് അവരെ കാണേണ്ടിയേ വരില്ല. അല്ലേ? ഞാൻ ഇതൊക്കെ വാങ്ങിച്ചോണ്ടൊന്നും അറിയാം. നെടുമങ്ങോട് മഴ പറ്റിയെന്ന് വാങ്ങിച്ചതാണ്. നല്ല മുറുക്കൊക്കെ കഴിച്ചാണ്. ഇതെല്ലാം ലീലയ്ക്ക് വാങ്ങിച്ചതാണ്. കഴിക്കും. പിന്നെ ഇനി നമ്മൾ അതൊന്നും ആലോചിക്കണ്ട. കഴിഞ്ഞതെല്ലാം മറന്ന് അച്ഛനെ ചേച്ചിയെ നോക്കി ഇവിടെ സ്വഹായിട്ട് സന്തോഷമായിട്ട് അങ്ങ് കഴിയാൻ. എന്തൊരു പറയുന്നു? അതെ, എല്ലാം മറന്ന് ചേച്ചി മരിച്ചതും രാധേച്ചിക്ക് സുഖക്കേടായതും അച്ഛൻ ദുരിതം അനുഭവിക്കുന്നതും എല്ലാം മറന്ന് നമുക്ക് രണ്ടാക്കും നല്ല സുഖമായിട്ട് ജീവിക്കാം. എത്ര പെട്ടെന്നാണ് എന്റെ ലീല. തനിക്ക് എന്നെ കല്യാണം കഴിക്കണല്ലേ, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കണല്ലേ? നീ എന്നെ കളിപ്പിക്കായിരുന്നോ? നിനക്ക് ബുദ്ധി ഇല്ലാതെ പോയതേ ലോകത്തിന്റെ നല്ല കാലം. ബുദ്ധി ഇല്ലാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ. അപ്പൊ ഇനി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലോ? ഞാനൂടെ നിന്റെ ഈ തോന്നിയാസൊക്കെ നിന്റെ തന്ത മാധവൻ നായരില്ലേ അയാളോട് കാണിക്കും. അല്ലെങ്കിൽ 24 മണിക്കൂർ ഇവിടെ കയറി ഇറങ്ങി കിടക്കണത്തല്ലേ ഹരീന്ദ്രൻ, അവനോട് കാണിക്കും. ഇതേ ആള് വേറെയാ. ഹരിച്ചേട്ടന്റെ കാല് കഴുകി കുടിക്കാനെങ്കിലും തനിക്ക് യോഗ്യത ഉണ്ടോ? എന്റെ യോഗ്യത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാടി. എന്റെ യോഗ്യത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടാ ഇവിടെ പറയാം മോളെ. ഇതാരെഴുതിയ കത്താണോ? ആർക്കെഴുതിയ കത്താണോ? മനസ്സുള്ളവരും മനസ്സായവരൊക്കെ. ഇത് താൻ സുമതിക്ക് എഴുതിയ കത്തല്ലേ? സൂക്ഷിച്ചു നോക്കണോ, ഇത് താൻ സുമതിക്ക് എഴുതിയ കത്തല്ലേന്ന്. അത് ചോദിക്കാൻ നിങ്ങളായി ചോദിക്കാൻ അവകാശമുള്ള ആള്. എന്നാ അവകാശമുള്ളതുകൊണ്ട് തന്നെ ഞാനും എഴുതിയത്. സ്വന്തം ഭാര്യയെ
വിഷം കഴിച്ചു മരിക്കാൻ പ്രേരിപ്പിക്കുന്ന അവകാശം. ചേട്ടാ എന്താ? മോളെ, നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഞാൻ എന്റെ എത്ര പ്രാവശ്യം താമസിച്ചു, ഇതിൽ കൂടെ ഞാൻ എന്ത് ചെയ്യാം? ലീല എന്നോട് ഇറങ്ങി പോണോ? ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എടാ, നിനക്കാദ്യം രാധെ വേണം, അത് നടന്നില്ല. പിന്നെ നീ സുമതിയുടെ പുറകെ കൂടി. എന്നെ പോലെ പൗരുഷവും സൗന്ദര്യമുള്ള ഒരു ഭർത്താവുള്ളതുകൊണ്ട് അവളെ കിട്ടിയില്ല. ഇപ്പൊ ഒന്നും കിട്ടാതായപ്പോ നിനക്ക് ലീല വേണം. ഇറങ്ങി പോടാ. എന്താണ് നിങ്ങളോട് ഇവിടെ വരരുതെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? അത് പിന്നെ ജനാർദ്ദൻ നായർ കത്തയച്ചിരുന്നു. അറിഞ്ഞു. പക്ഷേ നിങ്ങൾ വരരുതായിരുന്നു. തമിഴ് ഇവിടെ ഇവർക്കൊരു സഹായമാണ്. തമിഴ് പൊക്കോളും, ഇവിടെ ഇവരെ കൊണ്ടല്ലോ. ഹരീന്ദ്രൻ രാധയെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കണം. എനിക്ക് ജനാർദ്ദൻ നായർക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായി. ലീലയും ഒപ്പം വരണം. രാധേ, ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലായോ? രാധേ, നിനക്കെന്നെ അറിഞ്ഞൂടെ? നീ എന്നെ ഓർക്കുന്നില്ലേ? അതെ, നീ ഒന്ന് ഓർത്തു നോക്ക്. മാമ്പഴം പറിക്കാൻ മാവിൽ കയറിയത് കാല് മുഴുവൻ ഉരഞ്ഞ് ഞാൻ താഴെ വീണത്, നീറ്റലോടെ ആറ്റിൻ പക്കത്ത് പോയിരുന്ന് മാമ്പഴം കഴിച്ചത്, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. പിന്നെ ഞാൻ മാവി കയറില്ല കേട്ടോ. കണ്ടോ, കാല് മുഴുവൻ അറിഞ്ഞു നീരാണ്. കഴിച്ചത് വിഷമല്ല, കഴിച്ചത് മാമ്പഴമല്ല, വിഷം, കൊടിയ വിഷം. ചക്കയിടാൻ പ്ലാവി കയറിയത്, പുളിയുറുമ്പ് കടിച്ച് ഞാൻ താഴെ വീണത്, നീ 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 എന്നെ കളിയാക്കി ചിരിച്ചത്, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. പെണ്ണേ, നിനക്ക് ചക്ക വേണമെന്ന് നിർബന്ധമാണോ? എന്റെ കൂടെ പുളിയുറുമ്പ് കടിക്കണം. ഞാൻ താഴ്ത്താ എന്നാ പിടിച്ചോ. അയ്യോ, ചിരിച്ചുകൊണ്ട് വിഷം തരുന്നത് ദൂരെ മാറി നിൽക്കും. ഒന്ന് പോ പെണ്ണേ, എനിക്കൊന്നും വയ്യ. അവിടെ നിറച്ച് ചെളിയാ, എന്റെ ദേഹം മുഴുവൻ ചെളിയാവും. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ കുടുകുടാ കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് രാധ വാതിലിനരികെ നിന്നില്ലേ? ഒരു തുള്ളി കണ്ണീർ എന്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞു. രാധ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. ഒന്നും പറയാതെ ഞങ്ങൾ പിരിഞ്ഞു. ഒന്നും സംഭവിക്കാതെ കാലം കടന്നുപോയി.
രാധേ, നീ കരയരുത്. നീ എന്നെ ഒന്ന് ഓർത്ത് നോക്ക്, ഒന്ന് ഓർത്ത് നോക്ക്. രാധേ, നീ എന്റെ ജീവിതം തുലച്ചു. എന്റെ ചേട്ടൻ എന്ന് എപ്പോഴും പറയുന്നത് ആരെ പറ്റിയാ മോളെ? നീ ഒന്ന് ഓർത്ത് നോക്ക്. ചേട്ടൻ എന്താ ചേച്ചി താമസിക്കുന്നത്? നീ എപ്പോഴും പാടാറുള്ള ആ പാട്ടില്ലേ, അതൊന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാരും പറകിനി ഞാനിപ്പോ തിരി നന്നേ. 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 മാല ഉണ്ടാക്കി കഴുത്തിലിട്ട് കല്യാണം കഴിച്ച് കളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? കല്ലേ മാലേ കല്ലേ മാലേ കെട്ടിയില്ലെങ്കിലും നിച്ചും തോന്നണം നന്നേ. കല്ലേ മാലേ കെട്ടിയില്ലെങ്കിലും നിച്ചും തോന്നണം നന്നേ. കല്ലേ മാലേ കെട്ടിയില്ലെങ്കിലും നിച്ചും തോന്നണം നന്നേ. എല്ലാരും പറകിനി ഞാനിപ്പോ തിരി നന്നേ. എല്ലാരും പറകിനി ഞാനിപ്പോ തിരി നന്നേ. ഹരിച്ചേട്ടൻ, എന്റെ ഹരിച്ചേട്ടൻ. അമ്മ, ഞാനൊരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു. ജീവിതമായിട്ട് ഇത്ര ചേർന്ന് നിൽക്കുന്ന മറ്റേത് കലയാണുള്ളത്? കല്യാണം ഇല്ല, ഒരു കുല്യാണോ ഇല്ല. ഞാൻ ചെയ്യുന്ന നാടകം അമ്മ കാണാൻ ഉറപ്പായിട്ടും വരണം. ഏത് നാടകമാണെന്ന് കേൾക്കണ്ടേ? കേൾക്കുന്നേ. നാടകം ഭഗ്നഭവനം, രചന എൻ കൃഷ്ണപിള്ള. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഭഗ്നഭവനം വേദിയിൽ കാണുന്നത് 5ാമത്തെ തവണയാണ്. ഇതുവരെ കണ്ട 4 അവതരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു രംഗപ്രഭാതിൻ്റെ ഇന്നത്തെ അവതരണം. അത് വർത്തമാന പരിതോവസ്ഥകളുമായി ബന്ധപ്പെടുത്തിയും വ്യാഖ്യാനിച്ചും ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിയുമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. അതാണ് അതിൻ്റെ എന്താണിത് കാണിക്കുന്നത്? കൃഷ്ണപിള്ള സാറിൻ്റെ
ഈ നാടകത്തിൻ്റെ കാലിക പ്രസക്തിയാണ്. 80 വർഷം കഴിഞ്ഞു. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും ഭഗ്നഭവനം നമ്മൾ ഇതേപോലെ നിറഞ്ഞ സദസ്സ് കണ്ടുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ചേതനകൾ, വാസനകൾ, വികാരങ്ങൾ എന്നും എവിടെയും ഒന്നാണ്. ആ അടിസ്ഥാന ചോദനകളായിരുന്നു കൃഷ്ണപിള്ള സാറിൻ്റെ അന്വേഷണ വിഷയം. അതിന് ഒരു പുതിയ രംഗപാഠം നൽകി ഇവിടെ അവതരിപ്പിച്ച ശ്രീമതി KS ഗീതയുടെ നേതൃത്വത്തിലുള്ള വെഞ്ഞാറമൂട് രംഗപ്രഭാതിലെ എല്ലാവരെയും, വിശേഷിച്ച് അഭിഷേക് രംഗപ്രഭാതിന് ഞാൻ നിറഞ്ഞ മനസ്സോടെ കെട്ടിപ്പിടിച്ച് അനുമോദിക്കുന്നു. പന്ന്യൻ സാറ് നമ്മുടെ ചെയർമാൻ 2 വാക്ക് പറയും. ഈ സമയത്ത് നാടകം കഴിഞ്ഞിട്ടും കണ്ടവരെഴുന്നേറ്റില്ല. നാടകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. എത്ര നിറഞ്ഞ സദസ്സ്, നാടകത്തിനായി വന്ന ആളുകൾ. മലയാളത്തിൽ അമച്ചർ നാടകവേദി നിശേഷമില്ലാതായി എന്നൊരു ചർച്ച വരുമ്പോൾ അത് വീണ്ടും തഴച്ചു വളരുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ നാടകം എന്നെനിക്ക് തോന്നി. ഈ നാടകം അവതരിപ്പിച്ച എല്ലാവരെയും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഒരു പുതിയ മെത്തേഡ്, ആ പുതിയ മെത്തേഡിന് നാടകത്തിൻ്റെ ഒരു പ്രത്യേകതയും 80 വർഷം കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ കണ്ടിരിക്കണമെങ്കിൽ അതിന് പറ്റിയ സൂത്രം ഗീതയുടെ കയ്യിലുണ്ട് എന്ന് ഇപ്പോൾ ബോധ്യമായി. നല്ല കലാകാരന്മാർ, അവർക്കെല്ലാം ഇതിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം. ഭഗ്നഭവനം മുൻപ് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ വേദിയിൽ വന്ന അല്ലെങ്കിൽ അഭിനയിച്ച 3 പേർ ഈ സദസ്സിൻ്റെ മുൻപിലുണ്ട്. ശ്രീ MR ഗോപകുമാർ, ശ്രീ അനന്തപുരം രവി, ശ്രീമതി ലീല പണിക്കർ. 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, 40 വർഷം മുമ്പാണ് ഞാൻ ഈ നാടകം അഭിനയിച്ചത്. അന്ന് ഹരീന്ദ്രൻ്റെ വേഷത്തിലായിരുന്നു ഞാൻ. ഇതാ കാസരോഗിയായ ജനാർദ്ദനൻ നായർ, അപ്പുറത്ത് ലീലാ പണിക്കർ നിൽക്കുന്നുണ്ട്, രാധ. അതിനുശേഷം ഈ അടുത്ത നാളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 150-ാം വാർഷികത്തിന് ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ ഞാനതിലെ മാധവൻ നായരുടെ വേഷം ചെയ്തു. ഹരീന്ദ്രൻ്റെ വേഷം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ വേഷം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ബാക്കി അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ ഈ നാടകം അവതരിപ്പിച്ച രീതിയിലല്ല ഇന്നിവിടെ രംഗപ്രഭാത നാടകം അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഈ നാടകം മോശമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നാടകം മെച്ചമാണ് എന്ന് അതിന് അഭിപ്രായമില്ല. കാരണം ഓരോ നാടകവും ഓരോ പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങളാവണം, എങ്കിലേ നാടകം വളരുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊരു നല്ല പരീക്ഷണമായിട്ട് എനിക്ക് തോന്നി. ഗീതയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ശ്രീമതി ലീല പണിക്കർ. രാധയുടെ വേഷം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനായിട്ട് അന്ന് ആദ്യം അഭിനയിച്ചത് TR സുകുമാരൻ നായർ സാറായിരുന്നു. TR അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഏത് വേഷം എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആളാണ്, നീ ഈ വേഷം ചെയ്യുന്നതിൽ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും അത് ഇത് നേരത്തെ ഒരു പുരുഷനാണ് ഈ വേഷം ചെയ്തത്, പെൺവേഷം കിട്ടിയിട്ട്. അയാൾക്ക് അവസാനമായപ്പോഴത്തേക്കും തലയ്ക്കൊരുമാതിരി ഇതൊക്കെ വന്നു. അതുകൊണ്ട് നിനക്ക് അത് പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, വട്ടില്ലാത്തവർക്കല്ലേ വട്ട് വരൂ, ഇത് നേരത്തെ വട്ടാണ്, അതുകൊണ്ട് വട്ട് വരില്ല. അപ്പം ഞാൻ റിഹേഴ്സൽ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനൊക്കെ അനുഭവപ്പെട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി വലിയ കോമ്പോസൊക്കെ ടാബ്ലറ്റ് വരെ വാങ്ങിച്ചു തരണമെന്ന്. അപ്പോൾ ഈ MRും നരേന്ദ്രപ്രസാദ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അയ്യോ പാടില്ല, ആ ടെൻഷനാണ് ഇതിൻ്റെ വിജയം. എന്തായിരുന്നാലും അഭിനയിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്. എത്ര നാൾ കഴിഞ്ഞാലും ആ ഓർമ്മകൾ മറക്കില്ല. ഈ ഭഗ്നഭവനം നാടകത്തിന് അനേകം വേദികളുണ്ടാകട്ടെ
എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.